എറണാകുളം മഹാരാജാസ് കോളേജിൽ SFI നേതാവിന് കുത്തേറ്റ സംഭവം അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സമിതി അന്വേഷിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ പ്രതിയായ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് തല നടപടിയുണ്ടാകും. സംഘർഷത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തെ കടയ്ക്കുകയും ചെയ്തു. ശ്യാംകുമാർ ഒരുങ്ങും ചേർന്നു. ശ്യാം, ഏത് രീതിയിലുള്ള ഗൗരവത്തിലാണ് കോളേജ് ആ സംഭവത്തെ കാണുന്നത്? എന്നാണ് അന്വേഷണ വിവരങ്ങൾ? ോടെയാണ് മഹാരാജാസ് കോളേജ് ഈ സംഭവത്തെ, പ്രത്യേകിച്ച് കോളേജിലെ വിദ്യാർത്ഥിയായ ഒരാൾ കോളേജിനകത്ത് വെച്ച് കത്തിക്കുത്തിനിരയായ സംഭവത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി സ്വയംഭരണാവകാശമുള്ള കോളേജ് സ്റ്റാഫ് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ വെച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായ തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടില്ല. നിലവിൽ വിദ്യാർത്ഥിക്ക് കുത്ത് ലഭിച്ച സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഒരു അധ്യാപകരുടെ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസങ്ങളിലും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി ഈ വിലക്ക് ലംഘിച്ച് കോളേജിൽ എത്തിയതാണ് ചില പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്നുള്ളത് കോളേജ് ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ബിലാൽ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി ഈ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തിയ കേസിലും പ്രതിയാണ്. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് കോളേജ് അധികൃതർ നൽകുന്നത്. അതുവരെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ യോഗം പൂർത്തിയായ ശേഷം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നുള്ളതാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഓക്കെ, ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.